ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതെന്തായാലും ചെയ്തിരിക്കണം. ഞാൻ പറച്ചിലായിട്ട് നിങ്ങൾ ബേജാറാവണ്ട. സംഭവം സിമ്പിളാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റും ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്പനെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഇൻട്രോ ഇത്രേ ഉള്ളൂ. എൻ്റെ പ്രസംഗം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ കാര്യത്തിൽ കിടക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഞാൻ തൽക്കാലം ഇവിടെ പറയാണ്, നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്തോളൂ. മക്കളെ, അപ്പം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങല്ലേ? മക്കളെ, അപ്പം ഇനി നമ്മുടെ പരിപാടി നുറുക്കലൊക്കെ തുടങ്ങിയാണ്. അത് നമുക്കിനി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നന്നായിട്ടൊരു 3-5 വട്ടമൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് കുക്കറിൽ അതിനെ അങ്ങോട്ട് ഇട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേരുവകളൊക്കെ അങ്ങോട്ട് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3-4 സവാള വലിപ്പം ഉള്ളത്, ഒരു ഇത്തിരി വലിപ്പമുള്ളത് എടുക്കാം. 1 കിലോ ഇറച്ചിയിലേക്കാണ് നമ്മളത് കണക്കാക്കിക്കുന്നത്. അപ്പോൾ അതിനെ അങ്ങോട്ട് കനം കുറച്ചങ്ങോട്ട് അരിയുക. ഫാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട മക്കളെ. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി നല്ലോണം വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് അതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് വേഗം വാടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതിങ്ങനെ അങ്ങനെ വാടി വരട്ടെ. അപ്പം നമ്മളെ ഒരു വെളുത്തുള്ളി എളുപ്പം തൊലി കളയണ ഒരു സൂത്രം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെളുത്തുള്ളിമ്മ ഒന്ന് പതുക്കെ ഒരു കല്ലെടുത്തിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കയ്യിന് നഖമൊന്നും വേദന എടുക്കില്ല. അത് പൊളിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ വേഗം അത് ഇങ്ങോട്ട് പൊളിച്ച് കണ്ട വേഗം കിട്ടും. ഇതുപോലത്തെ സൂത്രപ്പണിയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ നഖം വേദന എടുക്കില്ല, നീറ്റൽ വരും. അല്ലെങ്കിൽ എളുപ്പ വഴിയാണ് കേട്ടോ. ചതച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ പുറകെ വിട്ടിരിക്കും. പിന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് തോന്നി. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പിച്ചി പൊളിക്കുമ്പോൾ കയ്യിൽ നിറം കുറേ കഴിഞ്ഞ് നീറും. അങ്ങനെ ചെയ്താൽ പിന്നെ അതുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിലേക്ക് നമ്മൾ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ഇടുക, കുറച്ച് ഗരം മസാല ഇടുക, പിന്നെ നമ്മൾ ഈ വാട്ടി വെച്ചേക്കണ സവാള അങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് ഇടുക. ഇനി നമ്മളിതെല്ലാം കൂടി നല്ലോണം ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഒരു 5-6 വിസിലൊക്കെ അങ്ങോട്ട് പോകണം. ചിലത് വേഗം വേവും, ചിലത് വേഗം വേവില്ല. അത് നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് അങ്ങോട്ട് വിസിലടിപ്പിക്കുക. ഒരു 10-20 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില, തേങ്ങ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമായ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പൊടികൾ. അതൊരു 3 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമ്മൾ അതിലേക്ക് ആവശ്യമായത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ കുക്കറിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങ കൊത്താണ്ട് ഇട്ട് കൊടുക്കുക.
അത് പച്ചയ്ക്കായിട്ട് ഇട്ട് കൊടുത്ത് തിളയ്ക്കുമ്പോഴേ അതിൽ കിടന്ന് വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ദേ നല്ലോണം വാടി വന്നു. അപ്പം നമ്മളതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും വേപ്പിലയും പച്ചമുളകൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നല്ലോണം വാടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേ വാടി വന്ന നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി നല്ലോണം ചേർക്കുന്നുണ്ട്. ഇത് ബീഫിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം ചേർത്തു. നമ്മുടെ അതേ ഉള്ളി മസാലയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി മാറണ വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനെ. ഇനി നമ്മളതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി വീണ്ടും ചേർക്കുകയാണ്. അത് നല്ലോണം മൂക്കണം വരെ നല്ലോണം മൂക്കണം കേട്ടോ. എങ്കിലാണ് ബീഫിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. മൂത്തില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബീഫ് കറിയല്ല, ഏത് കറിയായാലും അതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാല നന്നായിട്ട് മൂക്കുക തന്നെ വേണം. അമ്മമ്മേ, കറി ആയോ? കുറേ നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്. നീ അവിടെ കുറച്ച് നേരം ഇരിക്കുക, ഇതൊന്നും ആവട്ടെ. ഇത് മെഷീനൊന്നല്ല, എൻ്റെ കൈ കൊണ്ടാണ് ഉണ്ടാക്കണ്. നമ്മുടെ മസാലയും ഉള്ളി ചേർത്തതും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അപ്പം ഞാനിവിടെ ഒരു തക്കാളി എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പം ഞാനതും കൂടി ഇതിലേക്ക് ചേർക്കണുണ്ട്. നമ്മുടെ തക്കാളിയുടെ പച്ചമണ്ണൊക്കെ ഒന്ന് പോയി. അപ്പം എല്ലാ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പോലെ അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചെടിക്കാം. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. കുറച്ച് നേരം കൂടി കിടന്ന് അങ്ങോട്ട് തിളക്കട്ടെ. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർക്കുക. അമ്മമ്മേ, ഇപ്പൊ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. ആ മണമൊക്കെ വരുന്നുണ്ടാവുക. ഇനി നമുക്കേ ഇതിനകത്തേ കുറച്ചൊരു ടൊമാറ്റോ സോസ് ഒഴിക്കുക. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മക്കളെ, നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടാ. നമ്മുടെ അമ്മാമ്മ സ്റ്റൈൽ നാടൻ ബീഫ് കറി റെഡി ആയിട്ടാ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? ഹലോ ഗൈസ്, നമുക്ക് എല്ലാവരുടെയും റിവ്യൂ നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? അച്ചച്ച എങ്ങനെയുണ്ട്? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. തൽക്കാലം ഇവിടെ ഞാൻ ബായ് പറയാണ്. അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.